ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എൻ്റെ രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങളിൽ അധിക പേരും മുമ്പുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു കാലത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്ക് ഈ ആപ്ലിക്കേഷൻ തുടരാൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷനും, അതായത് ജി കെ പി എസ് സിയുടെ ഓൺലൈൻ റാങ്ക് ഫയലും ജി കെ പി എസ് സിയുടെ ഓൺലൈൻ എക്സാമും രണ്ടും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എക്സാം ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. അതിൽ പെയ്ഡ് വേർഷനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സഹായിക്കുകയും ഫ്രീ ആയിട്ട് തന്നെ അദ്ദേഹം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ട് ഞാൻ വീണ്ടും ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം 2024 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ജി കെ പി എസ് സി ഓൺലൈൻ റാങ്ക് ഫയൽ 2024 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഫയലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പി എസ് സിക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾക്ക് ഓർമ്മിക്കുവാനും അതുപോലെ തന്നെ പഠിച്ച കാര്യം എത്രത്തോളം നമ്മൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ 50,000-ലധികം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. 2-3 ലക്ഷത്തിലധികം ഫാക്റ്റുകൾ. അതായത് നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ വെച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരുപാട് ഇപ്പോൾ റാങ്ക് ഫയലിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ ടെസ്റ്റുകൾ NCERT SCERT ടെക്സ്റ്റിൽ നിന്നും അല്ലാതെ ഓൺലൈൻ മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്നും അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന മറ്റുള്ള വാരിക, അതുപോലെ തന്നെ ഇപ്പോൾ പി എസ് സിയുടെ തന്നെ PSC ബുള്ളറ്റിൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ശേഖരിക്കും ആദ്യം. അതായത് ഈ ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ശേഖരിച്ചിട്ട് അത് നമ്മുടെ സൈറ്റിൽ ആഡ് ചെയ്ത് വെക്കും. ഇത്രത്തോളം വന്ന് ഇപ്പോൾ വന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് നിങ്ങൾക്ക് തന്നെ ഈ ആപ്ലിക്കേഷനിൽ കാണാം. ഇപ്പോൾ ഞാനിപ്പം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തയ്യാറാക്കുമ്പോൾ ഈ AI ലേണിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്ഷൻസിൻ്റെ ഇപ്പം ഉദാഹരണത്തിന് ഉപ്പ് സത്യാഗ്രഹം നയിച്ച നേതാവ് ആരാണെന്ന് വെച്ചിട്ട് 4 നേതാക്കന്മാരുടെ പേര് കൊടുക്കും. അപ്പോൾ അതിന് താഴെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കൾ എന്നുള്ളൊരു ക്യാപ്ഷൻ കൂടി അതിൻ്റെ നോട്ട്സിൽ ഉൾപ്പെടുത്തും. അപ്പം പുതുതായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഫാക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ ഡബിളായി വരാത്ത രീതിയിൽ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിൽ ആഡിയിട്ടുണ്ട്. റാൻഡം ക്വിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ റാൻഡം ക്വിസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ റാൻഡം ക്വിസ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതിൽ തന്നെ കാറ്റഗറി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ദിവസവും പുതിയ പുതിയ ചോദ്യങ്ങൾ ആഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് എന്തായാലും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ വേറൊരു ആപ്ലിക്കേഷനിലും ഇത്രയും നല്ല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ എൻ്റെ PSC ചാനൽ മുമ്പ് ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ ബയോളജിയിൽ നിന്ന് ഒരു കാറ്റഗറി ഉണ്ടാക്കി അതിൽ ബയോളജിയിൽ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ കറക്റ്റ് കാറ്റഗറി ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, മലയാളം ഗ്രാമർ ഉണ്ട്. ഇതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരിക്കൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. പിന്നെ പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആകെ കിട്ടുന്ന സോഴ്സ് അത് ഇതിൽ നിന്ന് വരുന്ന ആഡ്സാണ്. അപ്പം തുടക്കത്തിൽ നിങ്ങൾക്ക് 2-3 ആഡ് കാണേണ്ടി വരും. പിന്നീട് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കും തോറും ആ ആഡിൻ്റെ എണ്ണം കുറഞ്ഞ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാൻ GKPSC റാങ്ക് ഫയലിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് GKPSC ഓൺലൈൻ എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൽ ലോഗിൻ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് GKPSCയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇവിടെ GKPSC ടൈപ്പ് ചെയ്ത് കൊടുക്കുക. GKPSC സ്പേസ് ഉണ്ടാവരുത്, ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. സ്പേസ് ഓൺലൈൻ എക്സാം 2024 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ടിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം GKPSC ഓൺലൈൻ എക്സാം. ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മാക്കപ്പ് സോഫ്റ്റ് എന്ന് കാണാം. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതാണ് ലോഗോ.
നമുക്കിവിടെ ഇപ്പം ഇത് റാങ്ക് ഫയലാണ്, ഇതാണ് ഓൺലൈൻ എക്സാം. ഇതിവിടെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമ്മൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ ജിമെയിൽ അല്ല വേറെ ഏതെങ്കിലും ഇമെയിൽ അഡ്രസ്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഹോട്ട്മെയിലൊക്കെയാണ് ഇമെയിൽ അഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് കൊടുക്കുക. റെഫറൽ കോഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഏതാണ് ഇമെയിൽ കൊടുത്തിരിക്കുന്ന ആ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും. അത് ഓപ്പൺ ചെയ്ത ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വന്നിട്ട് ആ കൊടുത്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്, എന്തായാലും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് ഈ കാണുന്ന ജിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട്സ് കാണിച്ചു തരും. അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. റെഫറൽ കോഡ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെയിൻ പേജിലേക്ക് എത്തും. നമുക്ക് ആ മെയിൻ പേജിലേക്ക് പോവാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുക. മെയിൻ പേജ് ഇങ്ങനെയാണ് നമ്മൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്പിൻ ഇറ്റ് പ്ലേ ഇറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾക്ക് റാൻഡം ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളിൽ ഇരിക്കുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പിന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു സബ്ജക്റ്റ് അത് തന്നെ സെലക്ട് ചെയ്ത് തരും. ഓക്കെ, ഇവിടെ രസതന്ത്രമാണ് വന്നിട്ടുള്ളത്. കെമിസ്ട്രി പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഇത് ഓപ്പൺ ചെയ്യാം. കാരണം ഈ സ്പിൻ വീൽ വരുന്ന സമയത്ത് കറണ്ട് അഫെയർ ലഭിക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് എക്സിറ്റ് ചെയ്യാം, എന്നിട്ട് ഓപ്പൺ. ഓക്കെ, നിങ്ങൾ ഓരോ വട്ടം ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ഇത് മാറിക്കൊണ്ടിരിക്കും. ഒന്നിക്ക് സ്പിൻ വീൽ ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് അഫെയർ ആയിരിക്കും. ഇതുപോലെ കറണ്ട് അഫെയർ വരികയാണെങ്കിൽ ലേണിംഗ് പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറണ്ട് അഫെയർ വന്നായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് 2022 മുതൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതല്ലാതെ ഇവിടെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കറണ്ട് അഫെയർ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസത്തെയും കറണ്ട് അഫെയർ ഇവിടെ നിന്ന് കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ മാസത്തെയും കറണ്ട് അഫെയർ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോദ്യ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളതാണ്. കറണ്ട് അഫെയർ പ്രീവിയസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023-24 വന്നിട്ടുള്ള ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പരീക്ഷ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കറണ്ട് അഫെയർ 2024 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരും ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ട്. ജനുവരി ഓപ്പൺ ചെയ്യുക. അപ്പം അതിലിങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവും, 1-ാം തീയതി ഉള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾക്ക് ജസ്റ്റ് വായിച്ചു പോകാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് പോകാം. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇറങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻസ് അധികം ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കറണ്ട് അഫെയർ ഇവിടെ നിന്ന് വായിക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളതാണ് ക്വിസ് വൺ എന്ന് പറയുന്നത്. ക്വിസ് വണ്ണിൽ നമ്മളെല്ലാ കാറ്റഗറിയും കാണും. ഇവിടെ റാൻഡം ക്വിസ്, ഇതാണ് ഞാൻ പറഞ്ഞ AI ജനറേറ്റഡ് ആയിട്ടുള്ള സംഭവം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ആയി കിട്ടും. ഓരോ പ്രാവശ്യവും ഓരോ പുതിയ ക്വസ്റ്റ്യൻ, ഒരിക്കൽ എടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത് ഇതിൽ അങ്ങനെ വരില്ല. ഐ മീൻ റാൻഡം ആയിട്ടൊരു 10 ക്വസ്റ്റ്യൻസ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെയുള്ളതാണ് ഇവിടെ ക്വിസ് സോൺ, അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ക്വിസ് സോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് വന്നിട്ടുള്ളത് മലയാളം, വ്യാകരണം, സാഹിത്യം, ശാസ്ത്രം, ബയോളജി, ഫിസിക്സ്, രസതന്ത്രം, ജ്യോതിശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം ഇന്ത്യ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ കാറ്റഗറി തുറന്നു കഴിഞ്ഞാൽ അതിലെ സബ് കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഓരോന്നും വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ലെവൽസ് ഇങ്ങനെ കാണിക്കും. ഇതിപ്പം ഓരോ ലെവലിലും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. ടഫായിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം ഗ്രാമർ പോലുള്ളതാണെങ്കിൽ അതിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിപ്പം ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയധികം ഇവിടെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 90 ലെവലുണ്ട്. ഓരോ ലെവലിലും 25-30 ഏകദേശം 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പം
ഏതെങ്കിലും ഒരു തെറ്റായ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ശരിയായ ഉത്തരം കാണിച്ചു തരും. അങ്ങനെയാണ്. അതുപോലെ തന്നെ അവസാനം 27 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മൊത്തം കളിച്ചതിന് ശേഷം നമ്മൾക്ക് റിവ്യൂ ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. തെറ്റിയതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ വളരെ വേഗത്തിൽ ചെയ്ത് തീർത്തതാണ്. അതുകൊണ്ട് ഡിഫീറ്റ് ആണ്. ആകെ 6 ഉത്തരം മാത്രമേ ശരിയുള്ളൂ. 21 ഉത്തരങ്ങൾ തെറ്റാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്കോർ കാണാൻ പറ്റും. പ്ലേ അഗെയിൻ ഒന്നുകൂടി കളിക്കാം. കാരണം നമ്മൾക്ക് അടുത്ത ലെവൽ അൺലോക്ക് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും അതായത് കറക്റ്റ് ഉത്തരമായിരിക്കണം. മൊത്തം ശതമാനം പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. സോ 27 ക്വസ്റ്റ്യൻസിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പ്ലേ അഗെയിൻ, റിവ്യൂ, ലീഡർ ബോർഡ് എന്നൊക്കെയാണ്. അപ്പം ഈ റിവ്യൂ എടുക്കുക. റിവ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് തെറ്റായ ഉത്തരം ശരി ഉത്തരം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒന്നിക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഇത് ക്ലിക്ക് ചെയ്യാം. എന്തുവാണ് നമുക്ക് ചെയ്യാം, കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ഓരോന്നും നോക്കാൻ വേണ്ടി പറ്റും. എക്സ്ട്രാ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് വായിക്കാം. ചില ഉത്തരത്തിന് എക്സ്ട്രാ നോട്ട്സ് ഉണ്ടാവും, എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വായിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇവിടുന്ന് ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഇവിടെ തെറ്റിയ ഒരു ആൻസറാണിത്. അത് നമ്മളിവിടെ ബുക്ക് മാർക്ക് ചെയ്യാണ്. മുകളിലൊരു ബുക്ക് മാർക്ക് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വെച്ച് ബുക്ക് മാർക്ക് നമുക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ബുക്ക് മാർക്ക് ചെയ്യാം. തെറ്റാത്തതും ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ഇത്രയും ബുക്ക് മാർക്ക് ചെയ്തു. ഇനിയിപ്പം നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ആൻസർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ റിപ്പോർട്ടിൻ്റെ ചിഹ്നമുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്നതാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്നതാണ് മിസ്റ്റേക്ക്, ഇന്നതാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഇതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലീസ് ആഡ് അതുപോലെ കാര്യങ്ങൾ, പ്ലീസ് ആഡ് ഇൻഫർമേഷൻ ടെക്നോളജി ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇവിടെ അയച്ചു വെക്കാം. അത് ഞാൻ അപ്പം റിപ്പോർട്ട് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഞാൻ ആഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിൽ ഈ പറയുന്ന ഈ റിപ്പോർട്ട് ക്വസ്റ്റ്യൻസ് വഴി നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ അയക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് മാർക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഹോമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് ഇത് മെനു ബട്ടണാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് മെനു വരും. അതിൽ ബുക്ക് മാർക്സ് എടുക്കുക. ബുക്ക് മാർക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ചോദ്യങ്ങൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ വായിച്ച് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. എക്സ്ട്രാ നോട്ടും ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ പഠിക്കാം. അതിനുശേഷം നമുക്ക് പ്ലേ ബുക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് തെറ്റിയിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ മാത്രം ബുക്ക് മാർക്ക്, നമ്മൾക്ക് അറിയാത്ത ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നത് തെറ്റിയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ബുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ആ ഒരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മലയാളം വ്യാകരണം, സാഹിത്യം, ശാസ്ത്രം, ബയോളജി, ഫിസിക്സ്, രസതന്ത്രം, ജ്യോതിശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ലോകം, കായികം, കറണ്ട് അഫയേഴ്സ്. ഇത് മൊത്തം ആയിട്ടില്ല. ഇതിപ്പം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അത് തുടങ്ങിയതേ ഉള്ളൂ. മാത്സ് ഉണ്ട്. ഈ മാത്സ് ചോദ്യങ്ങൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് മാത്സിൻ്റെ സെക്ഷൻ ഉണ്ട്, അതിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇതിപ്പം നോർമൽ GK ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. പിന്നെ റാറ്റ് ഫാക്ട്സ്, LGSൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ, പ്രീവിയസ് എക്സാം 10th ലെവലിൻ്റെത്, LDC മുൻവർഷ ചോദ്യങ്ങളുണ്ട്. ഡിഗ്രി PG ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. PSC സിലബസ് ആയിട്ട് റെഡ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഇത് ഇംഗ്ലീഷിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മലയാളം വേർഷൻ ആഡ് ചെയ്യും. അതുപോലെ തന്നെ മലയാളം ഭാഷ മുൻവർഷ ചോദ്യങ്ങൾ, PSC ഡ്രൈവർ എക്സാം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിലിപ്പം ലേണേഴ്സ് ടെസ്റ്റോ മറ്റോ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. സിഗ്നലൊക്കെ കാണിച്ചിട്ടുള്ള ചിത്രത്തോടൊപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ എക്സാമിന് പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതിലുണ്ട്. കൂടുതൽ ഡ്രൈവർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഒരിക്കൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാട്സപ്പ് ഒക്കെ പോലെ തന്നെയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് ഇതിലും വന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇൻ്റർനെറ്റ് വേണം നിർബന്ധമായിട്ടും ഈ ഒരു സംഭവം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ബുക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ക്വസ്റ്റ്യൻസ്. സോ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത്രയാണ് കാര്യങ്ങൾ. ഇതിൽ ബാക്കിയെല്ലാം ഫ്രീ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സംഭവം ഇങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ നമുക്ക് ഹോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് പൈസയുടെ ചിലവുണ്ട്. അതുകൊണ്ട് ആഡ്സ് ഉണ്ട് കേട്ടോ. ആഡ്സ് അത് നിങ്ങളിപ്പം ആദ്യം 2, 3 ആഡ് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ആഡ് അത് ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണിച്ചിട്ട് മാറിക്കോളും. ഫസ്റ്റ് 2, 3 ആഡ് കാണേണ്ടി വരും, അത്രേ ഉള്ളൂ ഒരു ദിവസത്തിൽ. പിന്നെ അത് മാറിക്കോളും. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും ചെയ്ത് നോക്കുക. സെൽഫ് ചലഞ്ച് ഉണ്ട്. ഇത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടൈമും കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടീസ് ഇത് വരണത്രേ. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് ബാറ്റിൽ ഉണ്ട്. അതൊക്കെ ഇപ്പം നല്ലോണം ആൾക്കാരായാലും മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ കളിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും റിപ്പോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഞാൻ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്ലേ സ്റ്റോറിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും GKPSC ഓൺലൈൻ എക്സാം എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ചാനലിലോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ അത്യാവശ്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ GKPSC ഓൺലൈൻ എക്സാം എന്ന ആപ്ലിക്കേഷൻ്റെ എബൌട്ട് സെക്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾക്ക് ഒരു എക്സാം എഴുതി കഴിഞ്ഞ് അതിനുശേഷം നമ്മൾക്ക് നോർമലായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് റിവ്യൂ എന്നുള്ളത്. റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിയ ഓപ്ഷൻസുകൾ കാണിക്കാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേ റിപ്പോർട്ട് സെക്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ടിന് പകരം ഇന്ന സെക്ഷൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യും. അപ്പം മാക്സിമം നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. പൂർണ്ണമായും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ആ ഒരു ഉപകാരം മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. മാക്സിമം ആൾക്കാരുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറണ്ട് അഫെയർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.